നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇന്നത്തെ മത്സരം കളിക്കില്ല എന്ന തീരുമാനത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സൗദി അറേബ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അൽ റിയാദുമായിട്ടുള്ള ഇന്നത്തെ മത്സരം ക്രിസ്ത്യാനോ കളിക്കാത്തത് കോച്ച് ഓർഗെ ഹീസസ് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തത് കൊണ്ടാണ് എന്നാണ്. പരിക്കിടുന്ന തരത്തിൽ ആദ്യം വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നുമില്ല, അദ്ദേഹം പൂർണ്ണ ഫിറ്റാണ് എന്നുള്ളത് പിന്നീട് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് പോർച്ചുഗീസ് മാധ്യമം എബോല വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇത് റെസ്റ്റിൻ്റെ വിഷയമല്ല, അദ്ദേഹത്തിന് ഫിസിക്കലി പ്രശ്നങ്ങളുമില്ല, പിന്നെ അദ്ദേഹം ഇന്നത്തെ കളി കളിക്കുന്നില്ല എന്ന് കളിക്കാൻ റിഫ്യൂസ് ചെയ്തതാണ്, അദ്ദേഹം റിഫ്യൂട്ട് ചെയ്തതാണ്, ബഹിഷ്കരിക്കാൻ വേണ്ടി ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്ന തരത്തിൽ വാർത്ത വന്നത് പോർച്ചുഗീസ് മാധ്യമം എബോലയിലാണ്. പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോർച്ചുഗീസ് മാധ്യമം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി പിന്നെ വേറെ നോക്കേണ്ടതില്ല, അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമമാണ്. എങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഫബ്രീസിയോ റൊമാനോ പറഞ്ഞാലാണല്ലോ ശരിക്കും വിശ്വാസമാകും. അപ്പോൾ ഫബ്രീസിയോയും പിന്നീട് റിപ്പോർട്ട് ചെയ്തു ക്രിസ്ത്യാനോക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഇല്ല, വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുമല്ല ഇന്നത്തെ മത്സരം കളിക്കാത്തത് എന്ന്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാകും. അപ്പോൾ ക്രിസ്ത്യാനോയുടെ ഒരു പ്രതിഷേധമാണ്. അൽ നസറിന് വേണ്ട വിധത്തിലുള്ള സൈനിങ്ങുകളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഇറാഖിൽ നിന്നുള്ളൊരു യുവതാരത്തെ കൊണ്ടുവന്നു എന്നല്ലാതെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രത്യേകിച്ചൊരു ട്രാൻസ്ഫറും അൽ നസറിൽ നടന്നില്ല. അതേസമയം അൽ ഹിലാലൊക്കെ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കരീം ബെൻസീമ അൽ ഇത്തിഹാദുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണല്ലോ. ആ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ കൊടുത്ത തുക വളരെ ചുരുങ്ങിപ്പോയി, ലിറ്ററലി വെറുതെ കളിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം അൽ ഇത്തിഹാദിൻ്റെ സ്ക്വാഡിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ അൽ ഹിലാലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വളരെ സജീവമായി നടക്കുന്നു എന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചാൽ, അതായത് കരീം ബെൻസീമ അൽ ഹിലാലിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഫെയർനെസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉയർത്തുന്ന കാര്യം എന്നതാണ് ഇപ്പോൾ ചില മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും കൃത്യമായിട്ട് അൽ നസറിൻ്റെ ട്രാൻസ്ഫർ പോളിസികളിലും അത് മാനേജ് ചെയ്യുന്ന സൗദി PIF കീഴിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അൽ നസറിലേക്ക് വരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉയർത്തി കാണിക്കുന്നത്. ടീമിന് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് ഫൈനാൻഷ്യലായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതും നേരത്തെ ഓർഗെ ഹീസസ് എന്ന് പറയുന്നതാണ്. മാത്രമല്ല ഓർഗെ ഹീസസ് മുമ്പൊരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അൽ ഹിലാലിനെ പോലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അൽ നസറിന് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി സൗദി ഡീൽ മേക്കേഴ്സ് പരിശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നു. ഏതായാലും CR7 ആണ് പ്രോ ലീഗിൻ്റെ മുഖം എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ അവിടെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.